അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്ക് അതിന്റെ ബർക്കത്താണ് പോയി പോകും. ഒന്ന്, ഭൗതികമായിട്ട് തന്നെ അതിൽ ബർക്കത്തുണ്ടാവില്ല. പലിശ കൊണ്ട് മുതൽ നേടിയിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ പലപ്പോഴും അവന്റെ ധനത്തിൽ എന്ത് സംഭവിക്കും? ആഫത്തുൻ ഔ ജായിഹത്തുൻ തുഫ്നീഹി, ഏതെങ്കിലും കടുത്ത വിപത്തുകളാണ് വരുവാന്. മാരകമായ വൈമാൻ യംരിള, ഒന്നുകിൽ മാരകമായ രോഗിയാകും. വയഹ്താജു ഇലാ ദവാഇൻ മുആലജാത്തിൻ, ധാരാളക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നും ചികിത്സയും ട്രീറ്റ്മെന്റും അവൻ ആവശ്യമായി വരും. അല്ലെങ്കിൽ ഇനി അവനാൻ രക്ഷപ്പെട്ടാലും ഔ യംരിളു അഹ്ലഹു, അല്ലെങ്കിൽ അവന്റെ കുടുംബക്കാർ, ഭാര്യയോ മക്കളോ ആരെങ്കിലും ഒക്കെ രോഗികളാവും. അല്ലെങ്കിൽ അവന്റെ ഈ മുതലങ്ങ് മോഷ്ടിക്കപ്പെടും. അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും വിധത്തിലൂടെ അത് നശിച്ചു പോകും. ദുന്യാവിലെ ഏത് വിധത്തിലുമുള്ള മറ്റേതെങ്കിലും വിധത്തിലൊക്കെ. പക്ഷെ അവർക്ക് മനസ്സിലാവില്ല. അവനപ്പോഴും വിചാരിക്കും അതിപ്പോ ഈ ജലദോഷത്തിൻ്റെയാണ്, അല്ലെങ്കിൽ അതിപ്പോ ഈ കാലാവസ്ഥയുടെയാണ്, അല്ലെങ്കിൽ അതിപ്പോ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൻ്റെ രോഗം വന്നാലും ഇത്തരക്കാർ ചിന്തിക്കൂല. ഒരു